ഹലോ ഗൈസ്, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ കാണണം. കാരണം വെച്ചാൽ നമ്മൾ പലപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഒത്തിരി ആൾക്കാർ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ സമയങ്ങളൊക്കെ ചിലർ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും, ചിലർ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ട് സമയം കളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലത്തെ നേച്ചർ ഈ വീഡിയോസ് എന്നല്ല, ഇതുപോലത്തെ പ്ലേസ് ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണാൻ വഴിയില്ല ഒത്തിരി പേര്. അവർക്ക് വേണ്ടി ഒരു വീഡിയോസ് ഞാൻ എടുത്താണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നല്ല ഒരു മലനിരകളാണ് മൊത്തം കാണുന്നത്. ആർക്കെങ്കിലും ഈ പ്ലേസിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോസ് കാണുന്നതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, എന്നിട്ട് ശ്രദ്ധിക്കണേ എന്തോ സ്ഥലമെന്നൊക്കെ. എങ്ങനെയുണ്ട് ഈ സ്ഥലം? എനിക്കൊത്തിരിയേറെ ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഇത് ഏതാ പ്ലേസ് എന്ന് ചോദിച്ചാൽ, ഞാൻ പാലക്കാട്, കോയമ്പത്തൂർ, സേലം ഒക്കെ ആ റേഞ്ച് വന്നു കഴിഞ്ഞ ശേഷമാണ് ഈ സ്ഥലം ഞാൻ കണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉറക്കം എഴുന്നേറ്റ്, ഞാനതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഒന്ന് വെളിയിലോട്ട് ജസ്റ്റ് നോക്കിയ സമയത്ത് കണ്ട ഒരു പ്ലേസായത്. നിങ്ങൾക്കിത് വളരെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നല്ലൊരു സീനറി ആയിരുന്നു. പാറയാണ്, ഫുള്ള് പാറയാണ് കാണുന്നത്. പാലക്കാട്ട് നിന്ന് കോയമ്പത്തൂർക്ക് പോകുന്ന ആ ഒരു റേഞ്ചിലുള്ള സ്ഥലമാണിത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കറക്റ്റായിട്ട് അയക്കണം. ട്രെയിനിൽ ഞാൻ വെറുതെ നാട്ടിൽ നിന്ന് ബിലാസ്പൂർക്ക് വരുന്ന വഴിയായിരുന്നു. ആ സമയത്താണിത്. രാവിലെ 8 മണിക്ക് നമുക്ക് തിരുവല്ലയിൽ നിന്നായിരുന്നു വണ്ടി. അതിനുശേഷം എനിക്ക് തോന്നി ഇത് ഏകദേശം 4:30-5 മണി ആ റേഞ്ച് ആയപ്പോൾ കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞു. സേലം, തമിഴ്നാട് ആ ഭാഗം കവർ ചെയ്ത് തുടങ്ങി. കേരളത്തിൽ നിന്ന് തമിഴ്നാട് ആ ഭാഗം കവർ ചെയ്യാൻ തുടങ്ങി. പാലക്കാട് നിന്ന് കുറച്ച് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് പാലക്കാട് കറക്റ്റ് കാട് തന്നെയാണ്. ഫുള്ളെല്ലാം എന്താ പറയുന്നത്, വെയിലത്ത് ഉണങ്ങി കരിഞ്ഞ് വരണ്ട് നിൽക്കുവാണ്. ഇപ്പം നല്ല ഒന്നാന്തരം ചൂടായിരുന്നു നാട്ടിൽ നിന്ന് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത്. ക്ലൈമറ്റ് നമുക്ക് വെളിയിലൊന്നും അങ്ങനെ ഫുൾ ടൈം ഒന്നും നിന്ന് വണ്ടിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ചൂട് കാറ്റൊക്കെ ആയിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ ആയാലും എന്തായാലും എനിക്കിഷ്ടപ്പെട്ട ഒരു ഒരു വ്യൂ വന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കൊടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആ വീഡിയോസൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തെടുത്ത. ഇപ്പോൾ ഈ കാടുകൾ തന്നെ പറഞ്ഞില്ലേ, കാടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെയാണ് മൊത്തം ഉണങ്ങി വരണ്ട് നിൽക്കുകയാണ്. നാട്ടിലെ ചൂടെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു എനിക്ക്. എങ്കിൽ പോലും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനിങ്ങനെ തിരിച്ചു പോയിരുന്നു. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ഫുള്ള് പാറയാണ്, മലയാണ്, ഫുള്ള് മല. നല്ല ദൂരമുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ ഒരു 10x സൂം ചെയ്തെടുത്ത വീഡിയോസ് ഇതൊക്കെ. നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കാണാനോ അല്ലെങ്കിൽ അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ അത് നല്ലതായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-60 കിലോമീറ്ററിന് മേളിൽ ട്രെയിനിങ്ങിൽ നമ്മൾ ഈ ഒരു മലയുടെ കുറച്ച് ദൂരമുണ്ട്. മലയുടെ ഒരു ഇത്രയും ദൂരമുണ്ട്, കണ്ടോ? ഇത്രയും ദൂരം തൂന്നാണ് നമ്മൾ വീഡിയോ നമ്മൾ എടുത്തത്. ഈ ഒരു മലയുടെയൊക്കെ താഴ്വാരത്തോട് കൂടെ നല്ലതുപോലെ ഒരു സ്ഥലത്തൂടെ നല്ലൊരു ദൂരം നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ഒക്കെ ഒത്തിരി ചൂടൊന്നും ഇല്ലെങ്കിൽ നല്ല ഒരു ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ നമുക്കിത് ഒരു ചായയൊക്കെ പിടിച്ച് വാതിൽക്ക് നിന്ന് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഒട്ടുമുക്കാലും ആൾക്കാർ കേരളത്തിൽ നിന്ന് കേരളം വിട്ട് തമിഴ്നാട്, ബാംഗ്ലൂരൊക്കെ പണ്ട് ഞാൻ പോയ സമയത്ത് എനിക്ക് ഇതുപോലത്തെ ഒത്തിരി പാറക്കെട്ടുകളും അതുപോലെ തന്നെ ഇതുപോലത്തെ മലകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കണ്ടപ്പോൾ തന്നെ ഇതിന് മുമ്പേ ഇതിനും വലിയ മലകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ അടുത്തൂടെ പോകുന്നതായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. എന്നാൽ വീഡിയോ എടുക്കാമെന്നുള്ളൊരു മൈൻഡ് എനിക്കില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യായിരുന്നു. അത് അതിനേക്കാൾ നല്ലൊരു സ്ഥലമായിരുന്നു കാണാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇതുവാണെങ്കിൽ ഒരു വലിയൊരു മലയുടെ മേളിൽ ഒരു ടെമ്പിളാണെന്ന് തോന്നുന്നത്. ഇവിടുന്ന് അത്ര ക്ലിയറായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇത്രയും ഒത്തിരി സൂം ചെയ്ത് കണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോ മൊത്തം ക്ലാരിറ്റി ഒന്നും ഇല്ലാതാവും. അതുകൊണ്ട് ഞാനൊരു മീഡിയം റേഞ്ചിലാണ് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു മലയ്ക്ക് മേളിലാണ് ആ ഒരു ബിൽഡിംഗ് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് നമുക്ക് ഈ വ്യൂ ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ദേശം മൊത്തം കാണാം. അത്രയ്ക്ക് പൊക്കത്തിലായിരിക്കുന്നത് തന്നെ.
അപ്പോൾ ആ ഈ യാത്രയിൽ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്ക് ഈ ഒരു വീഡിയോ കാണാനും എൻജോയ് ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വേറെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ബെല്ലൈക്കൺ തീർച്ചയായിട്ടും ഒന്ന് പ്രസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, എനിവേ ഗൈസ്, വേറെ വീഡിയോയിൽ കാണും വരെ ബൈ ബൈ. താങ്ക് യു.